വെൽക്കം ബാക്ക് ടു ലൈഫ് ഓഫ് ബ്യൂട്ടിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ വീക്കെൻഡ് ആയിട്ടൊന്ന് പുറത്തേക്ക് പോകാമെന്ന് വെച്ചു. അപ്പം നമ്മുടെ കൂടെ അച്ഛൻ്റെ സിസ്റ്ററിൻ്റെ മക്കൾ രണ്ടുപേരുണ്ട്. അവരെയും കൂട്ടിയാണ് നമ്മൾ ഇന്ന് യാത്ര പോകുന്നത്. അപ്പം അവരാണെങ്കിൽ ഈ നമ്മുടെ ഇപ്പോഴത്തെ ന്യൂ ബ്രിഡ്ജായ അടൽ സേതു ബ്രിഡ്ജിൽ കൂടെ യാത്ര ചെയ്തിട്ടില്ല. അപ്പം വിചാരിച്ചു അവരെയും കൊണ്ട് നമുക്ക് ആ വഴി നമുക്ക് നേരെ മുംബൈക്ക് പോകാമെന്ന് വെച്ചു. അങ്ങനെ ഒരു യാത്രയാണ് ഇന്നത്തെ വീഡിയോ. അപ്പം അവിടെ പോയി കുറച്ച് കാഴ്ചകളൊക്കെ കാണാനും ഡിന്നർ കഴിക്കാനും ഒക്കെ ആയിട്ടുള്ള യാത്രയാണ്. അപ്പം നമുക്ക് യാത്ര തുടരാം. അപ്പം നമ്മൾ ബോംബെക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഫുഡ് കഴിക്കണം തോന്നിയാൽ കേരള ഫുഡ് കഴിക്കണം തോന്നിയാൽ നേരെ വന്ന് കയറുന്ന ഒരു ഹോട്ടലാണ് ഇത്. നമ്മുടെ ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഹോട്ടൽ അടിപൊളി ഫുഡാണ്. ഞങ്ങൾ വർഷങ്ങളായിട്ട് ഞങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് ഫുഡ് കഴിക്കാറുള്ളൂ. ഇവിടെ പല മലയാളി ഹോട്ടലുണ്ടെങ്കിലും ഞങ്ങൾക്ക് ഏറ്റവും പ്രിയം ഇവിടെ ഫൗണ്ടേഷനാണ്. അടിപൊളി ഫുഡാണ്. പ്രത്യേകിച്ച് നമുക്ക് പാലപ്പമാണ്. പാലപ്പം പൂ പോലെ ഇരിക്കുന്ന ഒരു പാലപ്പമാണ് ഇവിടുത്തെ. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ അന്യന് കൂടുതൽ ഇഷ്ടമാണ് ആ പാലപ്പം. പിന്നെ ഞങ്ങൾ മീൻ വറുത്തത്, ബിരിയാണി, പിന്നെ പൊറോട്ട ഓർഡർ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഗ്രേവി ചിക്കൻ കറി, അങ്ങനെ എല്ലാം ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പം ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് നമ്മൾ വന്നത് 7-Eleven. അപ്പോൾ കുറച്ച് പർച്ചേസ് എനിക്ക് ഉണ്ടായിരുന്നു അവിടെ നിന്ന്. അപ്പോൾ ഇവർക്ക് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ സാധനങ്ങളൊക്കെ, അതായത് നഗ്ലറ്റ്സും കുറച്ച് കാര്യങ്ങളും എനിക്ക് ഇവിടെ നിന്ന് മേടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അവർ ഐസ്ക്രീം ഒക്കെ കഴിച്ചു. ഞാനൊരു മോഞ്ചിറ്റോയും മേടിച്ചു. അപ്പം ഇവിടുത്തെ കുറച്ച് പർച്ചേസൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇവിടുന്ന് നേരെ പോയത് നമ്മുടെ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിലേക്കാണ് നമ്മുടെ യാത്ര. അപ്പോൾ രാത്രി കാഴ്ചയിലേക്ക് അവിടേക്ക് പോയി നിൽക്കാമെന്ന്, കുറച്ച് നേരം അവിടെ പോയി കുറച്ച് സ്പെൻഡ് ചെയ്യാമെന്ന് വെച്ച് ഞങ്ങൾ നേരെ അങ്ങോട്ട് വണ്ടി വിളിച്ചു. അങ്ങനെ നമ്മൾ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയുടെ അടുത്ത് എത്തി. പക്ഷേ നമുക്ക് അകത്തോട്ട് എൻട്രി ഇല്ല, കാരണം രാത്രിയിൽ അവരെ കയറ്റി വിടത്തില്ല. അപ്പം ഇവിടെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. ഇതാണ് നമ്മുടെ താജ് ഹോട്ടലിൽ. അപ്പം എന്തായാലും അവിടെ കുറച്ച് നേരം ഞങ്ങൾ കടലിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട്, താജ് ഹോട്ടലിൻ്റെ ഭംഗിയൊക്കെ കണ്ട് ഞങ്ങൾ കുറച്ച് നേരം നിൽക്കാമെന്നൊക്കെ വെച്ച് ഞങ്ങൾ അവിടെ കുറച്ച് നേരം ഫോട്ടോ എടുപ്പും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ സ്പെൻഡ് ചെയ്തു. അങ്ങനെ നമ്മൾ കുറച്ച് നേരം ഇങ്ങനെ കടലിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് അവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്തു. അപ്പം നല്ല കാറ്റൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ കുറേ നേരം അവിടെ ഇരുന്നു. പിന്നെ അവിടെ ഇങ്ങനെ പാട്ട് പാടുന്ന ആൾക്കാരുണ്ട്. അവർ പാട്ട് പാടുന്നതും കേട്ടോണ്ട് ആൾക്കാരൊക്കെ ഇരിപ്പുണ്ട്. അവരുടെ പാട്ട് ആസ്വദിച്ച്. പിന്നെ ഇങ്ങനെ ഈ സ്റ്റാച്യു പോലൊക്കെ ഒരു മനുഷ്യൻ നിൽപ്പുണ്ട്. അങ്ങനെ അവർ മോനുമൊക്കെ തിരിച്ചും പോയി അവരുടെ അടുത്ത് പോയി നിന്ന് ഫോട്ടോയൊക്കെ എടുത്തു. അങ്ങനെ കുറേ കാഴ്ചകളൊക്കെ ഇവിടെ കാണാനുണ്ട്. കാരണം അങ്ങനെയൊക്കെ കണ്ടുകൊണ്ട് ഞങ്ങളും കുറേ നേരം സ്പെൻഡ് ചെയ്ത് അവിടെ ടൈമിങ്. അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ നേരെ വീട്ടിലേക്ക് തിരിച്ചു. ഇപ്പോഴും അവിടെ ബീച്ചിൻ്റെ അവിടെ ഇഷ്ടം പോലെ ആൾക്കാർ ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. കാരണം മുംബൈ ലൈഫ് എന്ന് പറയുന്നത് എങ്ങനെയാണ്, കാരണം രാവിലെയും ഒക്കെ എല്ലാവരും വർക്കും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ബിസി ആയിരിക്കും. രാത്രിയിലായിരിക്കും അവരിങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യുന്നത്. അതാണ് ഇവിടുത്തെ ലൈഫ്. എന്തായാലും നമ്മുടെ വീഡിയോ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ആദ്യമായിട്ട് ചാനലൊക്കെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ടേക്ക് കെയർ ഓൾ, ബൈ.